ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാമേ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാമേ. മാംഗോ സ്റ്റിക്കിന് 1/2 കപ്പ് ബസുമതി അരിയാണ് എടുത്തേക്കണേ. ഇത് ബസുമതി അരി എടുക്കാം, പിന്നെ അല്ലാതെ ഇച്ചിരി സ്റ്റിക്കി പോലെയുള്ള അരിയുണ്ട്, അങ്ങനത്തെ ഉള്ളതും എടുക്കാം. ഇച്ചിരി പശയുള്ളത് ഇതിന് നല്ലത്. ഞാനിപ്പോൾ എടുത്തേക്കണ ബസുമതി അരിയ. കൈമ റൈസ് അതൊക്കെ നല്ലതാണ്. നല്ല പച്ചരിയാണെങ്കിൽ അതും നല്ലതാട്ടോ. പിന്നെ അതിന് വേണ്ട മാമ്പഴം വേണം, പിന്നെ തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിന് പകരം ഞാൻ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് കോൺഫ്ലവർ വേണം, 1 സ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഒരു നുള്ളു പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്. ഇത്രയാണ് വേണ്ടത്. പിന്നെ ഈ 1/2 കപ്പ് പച്ചരി നമുക്കത് കുതിർത്തി ഒരു 10-15 മിനിറ്റ് കുതിർത്തി കഴുകി വാരി കുതിർത്തി വെക്കണം. നന്നായിട്ട് കഴുകണേ. കഴുകിയിട്ട് അത് കുതിർത്തി വാരി വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ കാണിക്കാം. ഇനി നമുക്ക് അരി നന്നായിട്ട് 10 മിനിറ്റ് കുതിർത്തി വെച്ചതാണ്. ഇനി ഇത് 2ാം തേങ്ങാപ്പാലുണ്ടല്ലോ, അതിട്ട് നമ്മളിത് വെള്ളത്തിന് പകരം 2ാം തേങ്ങാപ്പാലാ ചേർക്കണ്ടേ. രണ്ടാം തേങ്ങാപ്പാല് ഒരു നുള്ളു ഉപ്പും ഇത് അടച്ച് ഒരു വിസിൽ വരെ നോക്കാം. നമുക്ക് അത് വേവ് എങ്ങനെയാണെന്ന് പലയായിരിക്കും, പല വേവായിരിക്കും. അപ്പം അത് നോക്കണം. ഒരു വിസിലടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടണം, എന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ്. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടു. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വേവിക്കാം. ഒരു വിസിൽ കൊണ്ട് കേട്ടിട്ട് ഇത് ശരിക്കും ആയില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ ഒരു വിസിലോടെ അയക്കണം. ഒരു വിസിലും കൊണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പകുതി വേവായുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ബാക്കിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. എന്നാൽ അത് കറക്റ്റ് ആവത്തേ ഉള്ളൂ. ഓരോ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഇച്ചിരി വേവ് കൂടുതലുണ്ട്. പിന്നെ ഒന്നുകൂടെ നമുക്കിത് അടുപ്പ് വയ്ക്കാം. പിന്നെ കറക്റ്റ് പരുവത്തിന് വെന്തേ, കറക്റ്റ് സ്റ്റിക്കി റൈസിൻ്റെ കറക്റ്റിൽ വന്ന് കിട്ടി. ഇനി നമുക്കത് സെർവ് ചെയ്യാം. സെർവിങ് ബൗളിലേക്ക് വെച്ചിട്ട് ഷേപ്പിന് നമുക്ക് ചെയ്യാം. കറക്റ്റ് കിട്ടി, കറക്റ്റായിട്ട്. ഇതാ ഈ ബൗളിലാണ് ഞാൻ സെർവ് ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നത്. ഒരു ബൗളിലും പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ബൗളിലും കൂടെ ഇനിയിപ്പോൾ 1 സ്പൂണ് കോൺഫ്ലവർ എടുത്തേക്കുന്നത് നമുക്കത് മിക്സ് ചെയ്ത്, തേങ്ങാപ്പാലിലാണ് മിക്സ് ചെയ്യേണ്ടത്. കട്ടയില്ലാതെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ആ 1ാം പാൽ എടുത്ത് വെച്ചില്ലേ, അതാണ് ഇതിൻ്റെ കൂടെ ഒഴിക്കേണ്ടത്. ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ വേണേ. ചെറിയ സ്പൂണാണ്. ഇപ്പം ഞാൻ ഒന്നുകൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1 നുള്ളുപ്പ്. ഇനി നമുക്ക് അടുപ്പേ വെച്ചൊന്ന് കുറുക്കി എടുക്കാമേ.
കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. ഒത്തിരി കട്ടിയായിട്ട് കുറുകരുത്, ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കട്ടിയായി പോകും. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത്രയും മതി, ഇനി ഓഫ് ചെയ്യാമേ. ഈ പരിവായി ക്രീമി പോലെ നമ്മുടെ സ്റ്റിക്കി മാംഗോ റൈസ് കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്കത് സെർവിങ് ബൗളിൽ എടുത്തു വെച്ചു. ഇനി അത് സെർവ് ചെയ്യണത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാമേ. നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി മാമ്പഴം എനിക്ക് അത്ര വലിയ ഇല്ല. മാമ്പഴം ഇന്നലെ വാങ്ങിച്ചപ്പോൾ കറക്റ്റ് നല്ല കിട്ടിയില്ല. പക്ഷെ നല്ല മാമ്പഴം, എന്നാലും ഞാൻ ഇച്ചിരി ഉദ്ദേശിച്ച് നല്ല നീളമുള്ള വലിയ മാമ്പഴം ഉദ്ദേശിച്ചു, അത് കിട്ടിയില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് പക്ഷെ കണ്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇനി ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് എള്ളൊക്കെ ഇട്ട് മാംഗോയുടെ അല്ലേ, അപ്പൊ ഒരു ഓറഞ്ച് മാംഗോയുടെ കളറിലൊരു ഫ്ലവറും കൂടെ വെച്ചു. അതിരിക്കട്ടെ. ഇനി മാമ്പഴവും കൂടെ വയ്ക്കാം. ഇനി നമുക്ക് ഈ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഈ സോസ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. ഇങ്ങനെ ഇരിക്കും, അടിപൊളിയാണ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാമേ. എല്ലാം റെഡിയായി. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. അപ്പൊ ഈ മാമ്പഴം ഇച്ചിരി എടുക്കുക, ഈ ക്രീം ഇച്ചിരി എടുക്കുക, ഇച്ചിരി റൈസ് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. ഞാൻ നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഈ ക്രീമിന് സോസിനൊരു ചെറിയ മധുരമുണ്ട്, പിന്നെ മാമ്പഴവും പിന്നെ ഈ റൈസിനും ഉണ്ടല്ലോ ഒരു ടേസ്റ്റ്. തേങ്ങാപ്പാലായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. സൂപ്പറാണ്, സൂപ്പറാ. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. ഇത് എളുപ്പമായ സാധനമാണ്. ഇപ്പൊ ഈ മാമ്പഴത്തിന്റെ സീസൺ കഴിയുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കണേ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്, ആർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഇഷ്ടപ്പെടും, നമുക്കങ്ങ് കഴിക്കാൻ തോന്നും. ഇത് വലിയ അധികമുള്ള ഐറ്റങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാ. നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെയും പിന്നെ കഴിക്കാൻ തോന്നും. നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു.